നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ പ്രതികൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെയാണ് സാധ്യത. ഇതിലെ പ്രധാന പ്രതിയായ മുരാരി ബാബു ഇതിനോടകം തന്നെ പുറത്തിറങ്ങി കഴിയുകയും ചെയ്തു. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം ഇനിയും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ഇതിലെ ഒട്ടുമിക്ക പ്രതികളും അടുത്ത മാസം ആദ്യത്തോടുകൂടി തന്നെ പുറത്തിറങ്ങാനാണ് സാധ്യത. പക്ഷേ അതിനു മുമ്പ് അവരെ പൂട്ടാൻ തന്നെയാണ് ഇപ്പോൾ EDയുടെ നീക്കം. ഏതാണ്ട് ഇത് സംബന്ധിച്ച് 12ഓളം പേർക്ക് നോട്ടീസ് അയക്കാൻ EDക്ക് നിയമോപദേശം ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതിലെ മറ്റൊരു പ്രത്യേകത, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് അയച്ച് വരുത്താനാണ് EDയുടെ ഇപ്പോഴത്തെ നീക്കം. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയുക എന്നുള്ളതും EDയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഈ കേസിനെ പൂർണ്ണമായും അട്ടിമറിക്കുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും ഒരുപക്ഷെ ഇയാളുടെ വലിയ തോതിലുള്ള സ്വാധീനം ഉപയോഗിച്ച് നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോറ്റിയെ പൂട്ടുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ EDക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അങ്ങനെ നോക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ED വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് സാധ്യത. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്ന സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ചായിരിക്കും പ്രധാനമായും അന്വേഷിക്കുക. പോറ്റിയുടെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റും നേരത്തെ പരിശോധിച്ചിരുന്നു. ഇയാളുടെ ഏതാണ്ട് 1 കോടിയിലധികം രൂപയുടെ ആസ്തികൾ കണ്ടുകെട്ടിയിരുന്നു. കൂടാതെ UDF കാലത്തെ പല നേതാക്കളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും ED വിശദമായി അന്വേഷിക്കും എന്നതോടെ ഉറപ്പായിരിക്കുകയാണ്. LDF മാത്രമല്ല, UDFിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായും ഒക്കെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധത്തെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ED ശക്തമായ തോതിൽ അന്വേഷണം നടത്താനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം UDF കൺവീനർ അടൂർ പ്രകാശ് MPയുമായുള്ള പോറ്റിയുടെ വിവിധ സന്ദർഭങ്ങളിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അതുപോലെ പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം, കടകംപള്ളി സുരേന്ദ്രൻ, മറ്റു ചില പ്രമുഖർ എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ EDയുടെ കൈവശമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ തന്നെ പുറത്തിറങ്ങിയാലും വീണ്ടും ED കസ്റ്റഡിയിലാകാൻ തന്നെയാണ് സാധ്യത. അതിനുള്ള കരുനീക്കങ്ങൾ തന്നെയാണ് ED ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സംസ്ഥാന സർക്കാരാകട്ടെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ED അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിനായിരുന്നു ശ്രദ്ധിച്ചിരുന്നത് എങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല എന്ന് സംസ്ഥാന സർക്കാരിനും അറിയാം. മാത്രമല്ല, കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിന് കീഴിലാണ് ഇപ്പോഴും അന്വേഷണം തുടരുന്നത്, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ. അങ്ങനെ നോക്കുമ്പോൾ ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാകില്ല. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും ഇക്കാര്യത്തിലെന്നും അറിയാവുന്നുള്ളത് കൊണ്ടും കോടതിയിൽ നിന്ന് ഇനിയും വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അത് തിരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കും എന്നുള്ള തിരിച്ചറിവിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തോട് സംസ്ഥാന സർക്കാർ അധികം ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം കേന്ദ്ര ഏജൻസികൾ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും തന്നെ പിന്നെ രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. നേരത്തെ CBI ഹൈക്കോടതിയിൽ തങ്ങൾ ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്നുള്ള വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ED കൂടി രംഗത്തിറങ്ങുന്നതോടെ ഈ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ഇതിൽ ആർക്കൊക്കെയാണ് സാമ്പത്തികമായ നേട്ടമുണ്ടായത്, ഇരു മുന്നണികളിലെ നേതാക്കന്മാരെല്ലാവരും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് കാശ് വാങ്ങിയിരുന്നു, അത് മറ്റെന്തെങ്കിലും ഉപഹാരങ്ങളൊക്കെ അവർ സ്വീകരിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ EDക്ക് വളരെ വിശദമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. EDയെ പോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അതിശക്തമായ ഒരു ഏജൻസി അന്വേഷിക്കാൻ ഇറങ്ങുമ്പോൾ ഇനി കാര്യങ്ങൾ അധികം മറച്ചു വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് കേസിലെ പ്രതികളും എന്ന് വേണം കരുതാൻ. കാരണം ഇവരെല്ലാവരും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണെങ്കിൽ മണിമണിയായി എല്ലാ കാര്യങ്ങളും ഇവർ പറയുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. അങ്ങനെ നോക്കുമ്പോൾ EDയുടെ ഈ ഒരു വരവ് അത് ഒന്നൊന്നര വരവായിരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നേരെ അറിയണമെങ്കിൽ CBIയും EDയൊക്കെ പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് കേരളത്തിലെ ഭക്തജനങ്ങളുടെയൊക്കെ തന്നെ വിശ്വാസം. അതുകൊണ്ടാണ് നേരത്തെയും പലരും ഇതിൽ കേന്ദ്ര സർക്കാരിലും കേന്ദ്ര ഏജൻസികളോട് അന്വേഷിക്കാൻ എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണമൊക്കെ തന്നെ ഇതെങ്ങോട്ടാണ് പോയത് എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രധാനമായും ED അന്വേഷിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം ED പരിശോധിച്ച് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ED കൂടി രംഗത്തെത്തുന്നതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ പുതിയ തലത്തിലേക്ക് മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹൈക്കോടതി വീണ്ടും രൂക്ഷമായ വിമർശനം ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികളിലെ പ്രമുഖരായ പല നേതാക്കൾക്കും ഈ ഒരു കൊള്ളയുമായി ബന്ധമുണ്ടോ എന്ന് സ്വാഭാവികമായ സംശയം വരുന്നുണ്ട്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട പലരും ഒരുപക്ഷെ നാളെ EDയുടെ റഡാറിൽ കുടുങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏതായാലും അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും ഇവിടെ അയ്യപ്പ കോപം ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവരെല്ലാവരും അയ്യപ്പൻ്റെ പേരും പറഞ്ഞ് തട്ടിപ്പ് നടത്തി എല്ലാവരും ഓരോന്നായി നിയമത്തിന് മുന്നിൽ കുടുങ്ങുന്നതാണ് കാണുന്നത്. ഇവരറിയാതെ തന്നെ ഇവർക്കെതിരായ തെളിവുകളെല്ലാം ഇപ്പോൾ EDക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിയമോപദേശം കൂടി ലഭിക്കുന്ന വേളയിൽ കൃത്യമായി തന്നെ ഇവർ പലരെയും ED ചോദ്യം ചെയ്യാൻ വിളിക്കുകയും മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും.
ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള മുരാരി ബാബു അല്ലെങ്കിൽ നാളെ ഇറങ്ങാൻ സാധ്യതയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ ഇ ഡിയുടെ റഡാറിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇവരുടെ ഓരോ സാമ്പത്തിക നീക്കങ്ങളും, സാമ്പത്തിക ക്രമക്കേടുകളും, ഇവരുടെ നിക്ഷേപങ്ങളും, ഇവർക്കുള്ള ബന്ധങ്ങളും, അതുപോലെ മധ്യ തിരുവിതാംകൂറിൽ പൊളിഞ്ഞുപോയ ഒരു സ്വകാര്യ ബാങ്കിൽ ശബരിമല തന്ത്രി നിക്ഷേപിച്ച 2.5 കോടി രൂപ സംബന്ധിച്ച കാര്യങ്ങളുമൊക്കെ തന്നെ ഇ ഡി വളരെ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും കള്ളി വെളിച്ചത്താകാൻ, അതായത് ഈ ശബരിമല കേന്ദ്രീകരിച്ച് നടന്ന ഭീകരമായ കൊള്ളയുടെ കള്ളി വെളിച്ചത്താകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം.